Hello dear students, today we are going to discuss the fourth module of DHS. Okay, we already discussed about the classification of dams, that is storage dam, diversion dam, and also overflow dam, non-overflow dam, rigid dam, non-rigid dam. And also we discussed the various forces acting on gravity dams. The various forces are weight of the dam, water pressure, etc. Silk pressure. Okay, now I am going to give a brief description about the reaction of foundation and distribution of vertical, that is normal stresses at the base of the dam. എന്ന് പറഞ്ഞാൽ നമുക്ക് ഡാം ഉണ്ട്, നമുക്ക് ഡാം ദിസ് ഈസ് എ ഡാം, എ ക്രോസ് സെക്ഷൻ ഓഫ് ഡാം. We have full water level, that is h height of water and tail water. Okay, our reaction of നമ്മളുടെ ഡാം എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഹീൽ പോർഷൻ ഉണ്ട്. അപ്സ്ട്രീം സൈഡിനെ നമ്മൾ ഹീൽ എന്നും പറയും, ഡൗൺ സ്ട്രീം സൈഡിനെ ടോ എന്നും പറയും. അപ്പോൾ രണ്ട് ഫിഗർ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റിസർവോയർ ഫുൾ കണ്ടീഷൻ, ദാറ്റ് ഈസ് നമുക്ക് ഫുൾ ഹൈറ്റ് ഓഫ് വാട്ടർ അവൈലബിൾ ആണ്. ആൻഡ് സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ റിസർവോയർ എം ടി കണ്ടീഷൻ, ഈ അപ്സ്ട്രീം സൈഡിൽ വാട്ടർ ഇല്ല, ഡൗൺ സ്ട്രീം സൈഡിൽ വാട്ടർ ഇല്ല. ഫുൾ കണ്ടീഷനിൽ മേ ബി ഡൗൺ സ്ട്രീം സൈഡിൽ വാട്ടർ വരാം, ഡൗൺ സ്ട്രീം സൈഡിൽ വാട്ടർ വരാതിരിക്കുക. അപ്പം ഇങ്ങനെ രണ്ട് കേസ് വരുന്നെങ്കിൽ ഇതിനകത്ത് നമ്മളുടെ അതിൻ്റെ ഫൗണ്ടേഷൻ എടുക്കുകയാണെങ്കിൽ എ ബി ആണ് നമ്മളുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിത്ത് ഓഫ് ദി അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ എ ബി ആണ്, ദാറ്റ് ഈസ് ബേസ് എന്ന് പറഞ്ഞാൽ ബി ആണ്. ഈ ബേസിലോട്ട് ആക്ട് ചെയ്യുന്ന വേർട്ടിക്കൽ റിയാക്ഷൻ, അപ്പോൾ വേർട്ടിക്കൽ റിയാക്ഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും നമുക്കൊരു പെർമിസിബിൾ ലിമിറ്റ് ഉണ്ട്, നമ്മളുടെ ഫൗണ്ടേഷന് ഒരു റിയാക്ഷനിൽ കൂടുതൽ ഫോഴ്സസ് ആക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ ആക്ട് ചെയ്യുവാണെങ്കിൽ ഡാം ഫെയിൽ ആയിപ്പോകും. അപ്പോൾ എത്രമാത്രം ലിമിറ്റ് നമുക്കിവിടെ വെർട്ടിക്കൽ സ്ട്രെസ് ആക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് റിയാക്ഷൻ ഓഫ് ഫൗണ്ടേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് ദി ബേസ് ഓഫ് ദി ഡാം. ഇനി ഈ സെയിം റിയാക്ഷൻസിന് വേറൊരു രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, എക്സ്പ്ലെയിൻ മിഡിൽ തേർഡ് റൂൾ. അപ്പോൾ മിഡിൽ തേർഡ് റൂൾ എന്ന് പറഞ്ഞാലും റിയാക്ഷൻ ഓഫ് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ വെർട്ടിക്കൽ സ്ട്രെസ്സസ് അറ്റ് ദി ബേസ് ഓഫ് ദി ഡാം എന്ന് പറഞ്ഞാലും എല്ലാം ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡെറിവേഷനിലാണ് പറയുന്നത്. ബാക്കി ആദ്യമേ ഫിഗർ വെച്ച് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമുക്കറിയാം, നേരത്തെ ഡിസ്കസ് ചെയ്തു, ഒരുപാട് ഫോഴ്സസ് ഡാമിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഒക്കെ ഏതൊക്കെയാണ്? നമ്മളുടെ വാട്ടർ പ്രഷർ, സിൽറ്റ് പ്രഷർ, ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, ഇതെല്ലാം വരുന്നത് നമ്മളുടെ ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആണ്. ദാറ്റ് ഈസ് എച്ച് എന്ന് പറയുന്നതാണ് ഹൊറിസോണ്ടൽ ഫോഴ്സ്. ദെൻ നമുക്ക് വെർട്ടിക്കൽ ഫോഴ്സും ഉണ്ട്. വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് ദി ഡാമും അപ്ലിഫ്റ്റ് പ്രഷറും വരുന്നത് വെർട്ടിക്കൽ ഫോഴ്സസിലാണ്. അപ്പോൾ സപ്പോസ് നമ്മൾ ഒ എന്ന് പറയുന്നത് സെൻറ്റർ എടുത്ത്, ദാറ്റ് ഈസ് എ ബി എന്ന് പറയുന്നത് ബേസ് ഓഫ് ദി ഡാം ആണ്. അതിൻ്റെ സെൻറ്റർ നമ്മൾ ഒ ആയിട്ട് അസ്യൂം ചെയ്ത്, ഇനി നമ്മളിവിടെ ആ സെയിം ഡാമിനകത്ത് ഒ എന്നൊരു പോയിന്റ് എടുക്കുക. ദെൻ നമുക്ക് ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്, ഇത് എച്ച് എന്ന് പറയുന്നത് സം ഓഫ് ഹൊറിസോണ്ടൽ ഫോഴ്സ്, വി എന്ന് പറയുന്നത് സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ്. ദെൻ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ റിയാക്ഷൻ ആണ് ആർ. അപ്പോൾ ആർ ബി ദ റിയാക്ഷൻ ഓഫ് ദി ഡാം. അപ്പോൾ ഈ റിയാക്ഷൻ നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ആ റിയാക്ഷൻ വന്ന് ആക്ട് ചെയ്യുന്ന ആ റിയാക്ഷൻ നമുക്ക് ആക്ട് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് എവിടെ വേണേലും വരാം. ഓക്കെ, ഇപ്പം ഞാൻ വരച്ചിരിക്കുന്നത് ഒ ഡാഷ് എന്ന് പറയുന്നത്. അപ്പോൾ റിയാക്ഷൻ ആക്ട് ചെയ്യുന്ന പോയിന്റ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഒ ഡാഷ് ആണ്, സെന്ററിനെ ഒ ആണ്. അപ്പോൾ ഒയും ഒ ഡാഷും തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ ഇ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എസെൻട്രിസിറ്റി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒ ആൻഡ് ഒ ഡാഷ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ ഡെറിവേഷനിലോട്ട് പോകുന്നത്. ദിസ് ഈസ് റിസർവോയർ ഫുൾ കണ്ടീഷൻ. അതേസമയം റിസർവോയർ എം ഡി കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ സെയിം, നമുക്ക് ഒ ഉണ്ട്,
ഇവിടത്തെ പോലെ തന്നെ ബേസ് ഉണ്ട്, അതിൻ്റെ ഹൊറിസോണ്ടൽ ഫോഴ്സ്, വെർട്ടിക്കൽ ഫോഴ്സ്. പക്ഷേ എം ടി കണ്ടീഷന് നമ്മുടെ വാട്ടർ പ്രഷർ ഇവിടെ ഇല്ല. അപ്പോൾ വാട്ടർ പ്രഷർ ഇല്ലാത്ത സ്ഥിതിക്ക് കൂടുതലും നമുക്ക് ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് അപ്സ്ട്രീമിലോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. വെർട്ടിക്കൽ എപ്പോഴും എൻ്റെ നെറ്റ് എഫക്റ്റ് വെയിറ്റ് ആണ് കൂടുതൽ, അപ്ലിഫ്റ്റ് കുറവാണ്. അപ്പോൾ നെറ്റ് എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം ആയിട്ട് അല്ലെ ഡൗൺവേർഡ്സ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ദെൻ ആർ ബി ദ റിയാക്ഷൻ. അപ്പോൾ റിയാക്ഷൻ ആക്ട് ചെയ്യുന്ന പോയിന്റ് O ഡാഷ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറയാം. ഇനി സ്ട്രെസ്സസിലോട്ട് പോകാം. ഓക്കെ, അതോടെ നേരത്തെ ഞാൻ പറഞ്ഞു നമുക്കിതിനെ മിഡിൽ തേർഡ് റൂൾ എന്നും പറയാം. ലെറ്റ് സിഗ്മ വി ബി ദ സം ഓഫ് ഓൾ വെർട്ടിക്കൽ ഫോഴ്സ് ആൻഡ് സിഗ്മ എച്ച് ബി ദ സം ഓഫ് ഓൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദി ഡാം ആൻഡ് ആർ ഈസ് ദ റിസൾട്ടന്റ് ഓഫ് ഓൾ ദീസ് ഫോഴ്സസ്. Let O be the center of the base of the dam and O dash be the point of intersection of the resultant with the base. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആ ഫിഗർ വെച്ച് ഞാൻ പറഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ സ്ട്രെസ്സസ് ആണ്. സ്ട്രെസ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ സിഗ്മ വൈ. വെർട്ടിക്കൽ സ്ട്രെസ് ആയതുകൊണ്ട് സിഗ്മ വൈ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ദെൻ സിഗ്മ വൈ ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡയറക്റ്റ് സ്ട്രെസ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ്. അപ്പോൾ രണ്ട് ടൈപ്പ് സ്ട്രെസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഡയറക്റ്റ് സ്ട്രെസ്സും ഉണ്ട്, ബെൻഡിങ് സ്ട്രെസ്സും ഉണ്ട്. ഡയറക്റ്റ് സ്ട്രെസ് നമുക്കറിയാം, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ബൈ ഏരിയ. ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഫോഴ്സ് അല്ല, നമ്മൾ വെർട്ടിക്കൽ സ്ട്രെസ് എടുക്കുന്നതുകൊണ്ട് വെർട്ടിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് വി വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ, ദിസ് ഈസ് ദി ഡയറക്റ്റ് സ്ട്രെസ്. ആൻഡ് ബെൻഡിങ് സ്ട്രെസ്. ബെൻഡിങ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് ബെൻഡിങ് ഇക്വേഷൻ ഉണ്ടല്ലേ, എം ബൈ ഐ ഈസ് ഈക്വൽ ടു എഫ് ബൈ വൈ ഈസ് ഈക്വൽ ടു ഇ ബൈ ആർ. അതിനകത്ത് ആദ്യത്തെ രണ്ട് ഇക്വേഷൻ എടുക്കുക. എം ബൈ ഐ ഈസ് ഈക്വൽ ടു എഫ് ബൈ വൈ. അതിൽ എഫ് എന്ന് പറയുന്നതാണ് നമ്മളുടെ സ്ട്രെസ്. അപ്പോൾ എഫ് കിട്ടുന്നത് എങ്ങനെ, എഫ് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു വൈ ബൈ ഐ. ഇപ്പോൾ വൈയെ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടാണ് എക്സ് നേടുന്നത്. ദെൻ മൊമെന്റ് ബൈ ഐ ഇൻറ്റു എക്സ്. മൊമെന്റ് എന്താ, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. ആ ഫോഴ്സിനാണ് വെർട്ടിക്കൽ ഫോഴ്സ് എടുക്കുക, സിഗ്മ വി ഇൻറ്റു ഡിസ്റ്റൻസിനെ നമ്മൾ എസെൻട്രിസിറ്റി ആയിട്ട് എടുക്കുക. അപ്പോൾ മൊമെന്റിനെ നമുക്ക് എങ്ങനെ എഴുതാം, സിഗ്മ വി ഇൻറ്റു ഇ ഡിവൈഡഡ് ബൈ ഐ ഇൻറ്റു വൈക്ക് പകരം എക്സ്. അപ്പോൾ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ വെർട്ടിക്കൽ സ്ട്രെസ്. ഒന്നുകൂടെ പറയാം, വെർട്ടിക്കൽ സ്ട്രെസ് എന്ന് പറയുന്നത് സം ഓഫ് ഡയറക്റ്റ് സ്ട്രെസ് ആൻഡ് ബെൻഡിങ് സ്ട്രെസ്. ഡയറക്റ്റ് സ്ട്രെസ് ഈസ് ഫോഴ്സ് ബൈ ഏരിയ, ബെൻഡിങ് സ്ട്രെസ് മൊമെന്റ് ബൈ എം ബൈ ഐ ഇൻറ്റു എക്സ്. എമ്മിനെയാണ് നമ്മൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് റീപ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് അതിൻ്റെ ഓരോ ടേം ആണ്. സിഗ്മ വൈ എന്ന് പറയുന്ന വെർട്ടിക്കൽ സ്ട്രെസ്, സിഗ്മ വി ഈസ് ദ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഇൻക്ലൂഡിംഗ് അപ്ലിഫ്റ്റ് ബട്ട് എക്സ്ക്ലൂഡിംഗ് ദ ഫൗണ്ടേഷൻ റിയാക്ഷൻ. ഫൗണ്ടേഷൻ റിയാക്ഷൻ നമ്മൾ എടുത്തിട്ടില്ല. ദെൻ എ ഈസ് ദ ഏരിയ ഓഫ് ദ ബേസ്. ബേസിന്റെ മാത്രം ഏരിയ ആണ് എ. I is the moment of inertia of the area of the base about an axis passing through the centroid and parallel to the length of the dam. അപ്പോൾ ഡാമിന്റെ ലെങ്തിന് പാരലൽ ആയിട്ടാണ് നമ്മൾ ഐ എടുക്കുന്നത്. Then x is the distance of the point where the stress is found from the centroid. അപ്പോൾ എക്സ് എടുക്കുന്നത് നമ്മുടെ ഓയിൽ നിന്നും അതിൻ്റെ സെൻട്രൽ നിന്നും ഏത് പോയിന്റിലേക്കാണോ നമുക്ക് നമ്മുടെ സ്ട്രെസ് എടുക്കേണ്ടത് ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. ഞാൻ ഫിഗറിൽ കാണിച്ചിട്ടില്ല. ഇവിടെ ഒരു പോയിന്റ് ഇവിടെ ഒരു പോയിന്റ് അല്ല, സപ്പോസ് ബി എന്ന് എടുക്കുക. അപ്പോൾ ഒ ബി എന്ന് പറയുന്നതാണ് നമ്മളുടെ ടോയിലെ സ്ട്രെസ് കണ്ടുപിടിക്കണമെങ്കിൽ ഒ ബി ആണ് നമ്മളുടെ എക്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ പറയുവാണെങ്കിൽ എ ബി എന്ന് പറയുന്നത് ബി ആണ് അതിൻ്റെ ലെങ്ത് ആയിട്ട് അല്ലെങ്കിൽ ബേസ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒ ബി എന്ന് പറയുന്നത് ബി ബൈ 2. ദാറ്റ് ഈസ് എക്സ്. ദെൻ ഇ ഈസ് ദ എസെൻട്രിസിറ്റി. നേരത്തെ പറഞ്ഞ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് ഒയും ഒ ഡാഷും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി സ്ട്രെസ് അത് കിട്ടിയിരിക്കുന്ന ഫോർമുലയിലോട്ട് പോകാം. ഫോർ എ സ്ട്രെയിറ്റ് ഗ്രാവിറ്റി ഡാം ഇഫ് യൂണിറ്റ് ലെങ്ത് ഈസ് കൺസിഡേർഡ്. അപ്പം നമ്മൾ പറഞ്ഞു ലെങ്തിന് പാരലായിട്ടാണ് നമ്മൾ ഐ എടുക്കാൻ പോകുന്നത്. അപ്പോൾ യൂണിറ്റ് ലെങ്ത് ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ യൂണിറ്റ് ലെങ്ത് നമ്മൾ എടുക്കുവാണെങ്കിൽ ദ ബേസ് ഈസ് എ റെക്ടാങ്കിൾ ഓഫ് ലെങ്ത് ബി ആൻഡ് വിഡ്ത്ത് ബി. ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ലെങ്ത് ബി ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, വിഡ്ത്ത് 1 ആണ്. ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മളുടെ ഡാം വരയ്ക്കുവാണെങ്കിൽ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് നോക്കുവാണെങ്കിൽ അതിൻ്റെ ലെങ്ത് ആണ് നമ്മൾ 1 ആയിട്ട് എടുത്തിരിക്കുന്നത്. നമ്മളുടെ ഫിഗർ എല്ലാം ക്രോസ് സെക്ഷനാണ്. ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതൊരു ഡാമിന്റെ ക്രോസ് സെക്ഷൻ ആണ്. ഇതെന്ന് പറയുന്ന അപ്സ്ട്രീം സൈഡ്, ഡൗൺ സ്ട്രീം സൈഡ്. അപ്പോൾ ഈ ബി എന്ന് പറയുന്നത് ആക്ച്വലി ലെങ്ത് അല്ല, അതിന്റെ വിഡ്ത്ത് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇതാണ് അതിന്റെ ഡാമിന്റെ ഒരു വിഡ്ത്ത്. അപ്പോൾ ഈ ഒരു പോർഷന്റെ മാത്രം നമ്മൾ റെക്ടാങ്കുലർ ആക്കുവാണെങ്കിൽ ഈ ഒരു എന്താ ഫൗണ്ടേഷന്റെ ബേസ് എന്ന് പറയുന്നത് ബി ആയിട്ടും വിഡ്ത്ത് 1 ആയിട്ടും എടുക്കും.
അങ്ങനെ ആകുമ്പം നമുക്ക് എ എന്ന് പറയുന്നത് ബി ഇൻറ്റു 1 ആണ്. റെക്റ്റാങ്കിൾ എടുക്കുവാണെങ്കിൽ റെക്റ്റാങ്കിളിന്റെ ബേസ് ബിയും വിഡ്ത്ത് 1 ആണ് എടുക്കുന്നത്. അപ്പോൾ ബി ഇൻറ്റു 1 എന്ന് പറയുന്നത് ബി തന്നെ ആയിരിക്കും. ദെൻ മൊമെന്റ് എന്ന് പറയുന്നത് പാരലൽ സൈഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ സൈഡ് ക്യൂബ് ഡിവൈഡഡ് ബൈ 12 ആണ്. അപ്പോൾ പാരലൽ സൈഡ് 1 എടുക്കാൻ കാരണം നമ്മളെ ലെങ്ത് സൈഡ് 1 ആണ്. therefore 1 ഇൻറ്റു ബി ക്യൂബ് ഡിവൈഡഡ് ബൈ 12. അതാണ് ഐ ഇൻ ഫോർമുല. ഇനി നമ്മളുടെ മെയിൻ ഇക്വേഷനിലോട്ട് വരാം. സിഗ്മ വൈ സിഗ്മ വി ബൈ ബി പ്ലസ് ഓർ മൈനസ് സിഗ്മ വി. ബെൻഡിങ് നമുക്ക് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആവാം. അതായത് ടെൻഷൻ ആണോ കംപ്രഷൻ ആണോ എന്നനുസരിച്ച് നമുക്ക് സൈൻ വേരി ചെയ്യും. ഇനി ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് സിഗ്മ വി ബൈ ഇ ബൈ ഐക്ക് പകരം നമ്മൾ ഐക്ക് പകരം ബി ക്യൂബ് ബൈ 12. ഇപ്പോൾ 12 ന്യൂമറേറ്ററിലോട്ട് വരും. ഇത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫൈനൽ ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ വൈ ഈസ് ഈക്വൽ ടു സിഗ്മ വി ബൈ ബി ഇൻറ്റു 1 പ്ലസ് ഓർ മൈനസ് 12 ഇ ബൈ ബി സ്ക്വയർ ഇൻറ്റു എക്സ്. ഇതാണ് ജനറൽ ഫോർമുല. ഇനി എക്സ് നമുക്ക് വേരി ചെയ്യാം. നമുക്ക് ഏത് പോയിന്റിലോട്ടാണോ സ്ട്രെസ് കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റ് അനുസരിച്ച് എക്സ് വേരി ചെയ്യും. നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ഹീലിൻ്റെയും ടോയിൻ്റെയും സ്ട്രെസ്സാണ്. അപ്പോൾ ഹീലും ടോയും എടുക്കുവാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു എക്സ് നമുക്ക് എങ്ങനെയായിട്ട് എടുക്കാം, ബി ബൈ 2 ആയിട്ട് എടുക്കാം. തന്നെ സെൻറ്റർ വെച്ച് ഇപ്പോൾ സെൻറ്ററിൽ നിന്നും പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ്. അപ്പോൾ സെൻറ്റർ തൊട്ട് ഡൗൺ സ്ട്രീം സൈഡ് അല്ല അപ് സ്ട്രീം സൈഡ് എന്ന് പറയുന്നത് ഹാഫ് ആയിരിക്കും. അപ്പോൾ എക്സ് നമുക്ക് ബി ബൈ 2 ആയിട്ട് എടുക്കാം. അപ്പോൾ ഈ എക്സിനെ നമ്മൾ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ബിക്കംസ് അറ്റ് ടോ സിഗ്മ വൈ ഡി. ദാറ്റ് ഈസ് ഡൗൺ സ്ട്രീം ആണ് ഡി വെച്ച് ഡിനോട്ട് ചെയ്യുന്നത്. ടോയ്ക്ക് വേണ്ടിയാണ് ഡി എന്ന് കാണിക്കുന്നത്. അപ്പോൾ സിഗ്മ വൈ ഡി അല്ലെങ്കിൽ സിഗ്മ വൈ അറ്റ് ടോ ഈസ് ഈക്വൽ ടു സിഗ്മ വി ബൈ ബി ഇൻറ്റു 1 പ്ലസ് 6 ഇ ബൈ ബി. ഇപ്പം ഈ 6 വരാൻ വേണ്ടി ഇവിടെ നമ്മൾ ബി ബൈ 2 എടുക്കുമ്പോഴത്തേക്ക് ഒരു ബിയും കൂടെ ക്യാൻസൽ ആയിപ്പോൾ 12ഉം 2ഉം കൂടെ ക്യാൻസൽ ആയിട്ട് ന്യൂമറേറ്ററി 6 വരും. അപ്പോൾ 1 പ്ലസ് 6 ഇ ബൈ ബി. ഇപ്പോൾ ടോയിൽ എപ്പോഴും നമുക്ക് പോസിറ്റീവ് ആയിട്ടായിരിക്കും കിട്ടുന്നത്, ഹീലിൽ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും ഫോർ റിസർവോയർ ഫുൾ കണ്ടീഷൻ. അപ്പം നമുക്ക് ഈ എഴുതിയിരിക്കുന്ന 4 ഇക്വേഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒന്നുകൂടി ശ്രദ്ധിക്കുക. വൺ റിസർവോയർ ഫുൾ ആയിട്ടിരിക്കുമ്പോൾ നമ്മളുടെ ഇക്വേഷൻ ബിക്കം സിഗ്മ വി ബൈ ബി 1 പ്ലസ് 6 ഇ ബൈ ബി. അറ്റ് ഹീൽ ആണെങ്കിൽ 1 മൈനസ് 6 ഇ ബൈ ബി. ഇനി റിസർവോയർ എം ടി കണ്ടീഷനാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ടോ എടുക്കുമ്പം ദാറ്റ് ഈസ് ഡൗൺ സ്ട്രീം സൈഡ് എടുക്കുമ്പോൾ സിഗ്മ വി ബൈ ബി 1 മൈനസ് 6 ഇ ബൈ ബി. ഇവിടെ പ്ലസ് ആണെങ്കിൽ റിസർവോയർ ഫുള്ളി പ്ലസ് ആണെങ്കിൽ എം ജിയിലാവുമ്പോൾ മൈനസ് വരും. ഹീൽ എടുക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് സിഗ്മ വൈ യു ദാറ്റ് ഈസ് അപ്സ്ട്രീം സൈഡ്. ഹീൽ എന്ന് പറയുന്നത് ഡാമിന്റെ അപ്സ്ട്രീം സൈഡാണ്. സിഗ്മ വൈ യു ഈസ് ഈക്വൽ ടു സിഗ്മ വി ബൈ ബി ഇൻറ്റു 1 പ്ലസ് 6 ഇ ബൈ ബി. അപ്പോൾ ഇതാണ് നമ്മളുടെ സ്ട്രെസ്സസിന്റെ ഫോർമുലാസ്. ഇനി നമുക്ക് ഇ എന്ന് പറയുന്നത് ഓരോന്നായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇഫ് ഇ ഈസ് ലെസ് ദാൻ ബി ബൈ 6 അറ്റ് എവറി പോയിന്റ് ഓൺ ദ ബേസ് ദ സ്ട്രെസ് ഈസ് പോസിറ്റീവ്. നമുക്ക് ഫിഗർ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ ഫിഗറിനകത്ത് ബി എ നമ്മൾ 3 ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 പാർട്ടായിട്ട് ബി ബൈ 3 ബി ബൈ 3 ബി ബൈ 3 ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ബി ബൈ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പം നമ്മളിപ്പോൾ നമ്മുടെ എസെൻട്രിസിറ്റി എപ്പോഴും എടുക്കുന്ന മിനിമം വാല്യൂ ബി ബൈ 6 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ എസെൻട്രിസിറ്റി വാല്യൂ വെച്ച് പറയുവാണെങ്കിൽ ഈ ഒരു ഫിഗർ നോക്കുക. ഇഫ് ഇ ഈസ് ലെസ് ദാൻ ബി ബൈ 6, എസെൻട്രിസിറ്റി ബി ബൈ 6-നേക്കാളും കുറവാണെങ്കിൽ നമ്മളുടെ സ്ട്രെസ് ഡയഗ്രം ഈ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. കാരണം അതിൻ്റെ നേരത്തെ പറഞ്ഞായിരുന്നു ടോയിലെ ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ വി ബൈ ബി 1 പ്ലസ് 6 ഇ ബൈ ബി ആണ്. അപ്പം അത് കൂടുതലായിരിക്കും. ഹീലിനകത്ത് പറഞ്ഞാലും നമുക്ക് കംപ്രഷൻ തന്നെ ആയിരിക്കും, പോസിറ്റീവ് തന്നെ ആയിരിക്കും വരുന്നത്. പക്ഷേ കമ്പയർ ടു ടോ ഹീലിലെ സ്ട്രെസ് കുറവായിരിക്കും. അപ്പം എപ്പോഴും നമ്മളുടെ സേഫ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇ ഈസ് ലെസ് ദാൻ ബി ബൈ 6 ആണ്. അതുപോലെ തന്നെ റിസർവോയർ എം ടി കണ്ടീഷൻ എടുക്കുവാണെങ്കിൽ നമുക്ക് തിരിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഹീലിലാണ് സ്ട്രെസ് കൂടുതൽ, സിഗ്മ വി ബൈ ബി 1 പ്ലസ് 6 ഇ ബൈ ടി ഇ ബൈ ബി. ടോയിലും 1 മൈനസ് 6 ഇ ബൈ ബി ആണ്. പക്ഷെ ഹയർ വാല്യൂ സ്ട്രെസ് എന്ന് പറയുന്നത് ഹീലിലായിരിക്കും. പക്ഷെ കണ്ടീഷൻ നോക്കുക, വെൻ ഇ ഈസ് ലെസ് ദാൻ ബി ബൈ 6. നമ്മളുടെ ഇക്വേഷനകത്ത് ഇ എന്ന് പറയുന്നത് ബി ബൈ 6 കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂസ് ആണ്, അല്ലെങ്കിൽ ആ കിട്ടുന്ന ഡയഗ്രമാണ് ഈ വരുന്നത്. ഇനി നമ്മുടെ ആ സെയിം ഇക്വേഷനകത്ത് ഇക്ക് പകരം
is equal to b by 6. ഇവിടെ e is replaced by b by 6 ആണെങ്കിൽ നമ്മളുടെ ഇക്വേഷൻ വരുന്നത് ഇവിടെ അപ്പോൾ eയും ബിയും ബിയും ക്യാൻസൽ ആവും, സിക്സും സിക്സും ക്യാൻസൽ ആവും, ബാക്കി വരുന്നത് 1 ആണ്. 1 + 1 2 ആണ്. അപ്പോൾ താണ്ടെ സിഗ്മ y എന്ന് പറയുന്നത് 2 × സിഗ്മ v by b കിട്ടും. ഏത് കേസിൽ? വെൻ e is equal to b by 6 ആണെങ്കിൽ. പക്ഷേ അവിടെ ടെൻഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നില്ല. ഹീലിൽ എത്തുമ്പോൾ മാക്സിമം ഹീൽ വാല്യൂ ഇവിടെ 1 - 1 0 ആയിട്ട് പോകും. അപ്പോൾ ഹീൽ എപ്പോഴും 0 ആയിരിക്കും വെൻ ഇ ഈസ് ഈക്വൽ ടു b by 6. അപ്പോൾ അവിടെ റിസർവോയർ എം ഡി കണ്ടീഷൻ ആണ്. ടോയിൽ എപ്പോഴും സ്ട്രെസ് 0ഉം ഹീലിൽ എപ്പോഴും 2 ടൈംസ് സിഗ്മ v by b ആയിരിക്കും. Then if the E exceeds the value of b by 6, eccentricity b by 6നേക്കാളും കൂടുവാണെങ്കിൽ നമ്മുടെ ഫോർമുലയ്ക്കകത്ത് ഇവിടെ ഈ വാല്യൂ ഇതിനേക്കാളും കൂടുവാണെങ്കിൽ നമ്മുടെ ടോയിൽ എന്ന് പറയുന്നത് കംപ്രഷനും ആയിരിക്കും. കുറച്ച് പോയിന്റ് മാറുമ്പോഴത്തേക്ക് അവിടെ ഹീലിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. അതുപോലെ ഇവിടെ ഹീലിൽ കംപ്രഷൻ ആയിരിക്കും, ടോയിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യും. അപ്പം ഈ ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്ന കേസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ടെൻഷൻ എപ്പോഴാണോ ഡെവലപ്പ് ചെയ്യുന്നത് ആ സമയത്ത് ഡാം ഫെയിൽ ആയിപ്പോകും. അപ്പം ഡാം ഫെയിൽ ആവുന്നത് കാരണം എപ്പോഴും നമുക്ക് എസെൻട്രിസിറ്റി ഷുഡ് ബി വിതിൻ ഓർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു b by 6 നിർത്തണം. അപ്പോൾ b by 6 പറയുവാണെങ്കിൽ ഇപ്പോൾ നോക്കെ ഫിഗർ നോക്കുക, b by 3 ഡൗൺ സ്ട്രീം സൈഡ് എടുക്കുവാണെങ്കിൽ b by 3യുടെ 1/2 അതിൻ്റെ മിഡിലാണെങ്കിൽ b by 6 ആയിട്ട് എടുക്കുക. അപ്പോൾ b by 3 ഇൻറ്റു അതിൻ്റെ ഹാഫ് എടുക്കുന്നതാണ് b by 6. അപ്പോൾ എപ്പോഴും ഈ b by 6 അതിന് ഈക്വൽ ആയിരിക്കണം, അല്ലെങ്കിൽ അതിൽ കുറവായിരിക്കണം. അങ്ങനെ ഈ റിസൾട്ടന്റ് കട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമ്മളുടെ ഡാം സേഫ് ആയിട്ടിരിക്കൂ. എപ്പോഴാണോ b by 6നേക്കാളും കൂടുന്നത്, ദാറ്റ് മീൻസ് o ഡാഷിന്റെ പോയിന്റ് ഈ ഒരു പോയിന്റിനേക്കാളും താഴോട്ട് പോകുന്ന അനുസരിച്ച് നമ്മളുടെ ഡാം ഫെയിൽ ആയിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിൽ ദ ഡാം വിൽ ഫെയിൽ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ മിഡിൽ തേർഡ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ മിഡിൽ തേർഡ് റൂൾ എന്ന് പറയുന്നത് ദ റിസൾട്ടന്റ് ഷുഡ് കട്ട് വിതിൻ ദ ബേസ് ഓഫ് ദ മിഡിൽ തേർഡ് ഓഫ് ദി ഡാം. അപ്പം ഇത് തന്നെ ഇതിന്റെ ഡൗൺ സ്ട്രീം ഫുൾ കണ്ടീഷൻ ആണെങ്കിൽ ഡൗൺ സ്ട്രീം മിഡിൽ തേർഡ് 6 കട്ട് ചെയ്യണം. എം ടി കണ്ടീഷൻ ആണെങ്കിൽ അതിന്റെ അപ്സ്ട്രീം മിഡിൽ തേർഡിനകത്ത് റിസർവോയർ കട്ട് ചെയ്യുവാണെങ്കിൽ മാത്രമേ ഡാം സേഫ് ആവത്തുള്ളൂ. ഈ 6ന്റെ പൊസിഷൻ എം ടി കണ്ടീഷന് കുറച്ച് അതിന്റെ അപ്സ്ട്രീം സൈഡിലും ഫുൾ കണ്ടീഷന് 6ന്റെ പോയിന്റ് ഡൗൺ സ്ട്രീമിലോട്ട് പോവുകയാണെങ്കിൽ ഡാം ഫെയിൽ ആവും. That is, for reservoir full condition, O dash will be between O and B. അപ്പോൾ ഒയ്ക്കും ബിക്കും ഇടയിലായിരിക്കണം O ഡാഷ് പോയിന്റ്. O ഡാഷ് എന്ന് പറയുന്നത് ഒയ്ക്കും ബിക്കും ഇടയിലായിരിക്കണം. അതുപോലെ റിസർവോയർ എം ജി കണ്ടീഷൻ ആണെങ്കിൽ O ഡാഷ് വിൽ ബി ബിറ്റ്വീൻ എ ആൻഡ് O. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പം നേരത്തെ ആ ഫിഗർ വെച്ച് പറഞ്ഞ കാര്യങ്ങളാണ് റിസർവോയർ എം ടി കണ്ടീഷൻ, റിസർവോയർ ഫുൾ കണ്ടീഷൻ, ഹീൽ ലൈൻ ടോയിൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ therefore മിഡിൽ തേർഡ് റൂൾ എന്ന് പറയുന്നത് thus no tension will be produced at any point on the base of the dam if the resultant cuts the base within the middle third of the base. അപ്പോൾ ബേസിന്റെ മിഡിൽ തേർഡിനകത്ത് റിസൾട്ടന്റ് കട്ട് ചെയ്യുവാണെങ്കിൽ ടെൻഷൻ ഡെവലപ്പ് ചെയ്യത്തില്ല. ആൻഡ് ദാറ്റ് റൂൾ ഈസ് നോൺ ആസ് മിഡിൽ തേർഡ് റൂൾ. അപ്പോൾ ഇതൊരു ഡെറിവേഷൻ ആണ്. മേ ബി എക്സാമിന് പ്രോബ്ലംസും ചോദിക്കാം. പ്രോബ്ലം ചോദിക്കുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇക്വേഷൻ പഠിച്ചു വെക്കുക. നമ്മളുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ this is our equation when reservoir full condition, reservoir empty condition. ഇതിനകത്ത് തന്നിരിക്കുന്ന വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സിഗ്മ വെർട്ടിക്കൽ സ്ട്രെസ് കാണും, അല്ലെങ്കിൽ വെർട്ടിക്കൽ ഫോഴ്സസ് കാണും, ബേസ് കാണും, എസെൻട്രിസിറ്റി കാണും. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഫിഗർ വരയ്ക്കുക. ആ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം അത് ടെൻഷൻ ആണോ കംപ്രഷൻ ആണോ.